നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. കർത്താവെ, താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുവാൻ തക്കോണം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങള് പഠിക്കുന്ന പാഠം ദൈവത്തിന്റെ വചനം. കർത്താവെ, ജീവനും ചൈതന്യമുള്ള വചനം, ഞങ്ങളെ നിലനിർത്തുന്ന വചനം, ഞങ്ങളെ വഴി നടത്തുന്ന വചനം, ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന വചനം. കർത്താവെ, താങ്ക് യു ലോർഡ്. ദൈവം തന്നെയാണല്ലോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു ഞങ്ങൾ വായിക്കുന്നത്. ആ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 3 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13. 4, 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. അതായത് ഏത് അവസ്ഥയിൽ ഞാൻ ഇരുന്നാലും കർത്താവ് എനിക്ക് പറ്റുന്നതേ തരുവുള്ളൂ. ആ ചെയ്യാൻ തരുന്നതെല്ലാം കർത്താവ് എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഒരു കാര്യവും ഞാൻ എങ്ങനെ ചെയ്യുന്നു ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വാക്യം മത്തായി 11-ന്റെ-28-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 11-28. ഇത് 3 നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യങ്ങളാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വളരെ അനുഗ്രഹമാണ്. മത്തായി 11-28. ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എനിക്കറിയാൻ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാ. നമ്മളോട് പറയുക കർത്താവ്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നമുക്ക് ആ ഭാരം കൂടുതലാണെന്ന് തോന്നുന്ന സമയം, അധ്വാനം കൂടുതലാന്ന് തോന്നുന്ന സമയം കർത്താവ് പറയുക എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ എന്തുവാ? അന്ന് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അത് പറഞ്ഞത്. പക്ഷെ ഇന്ന് പറയുന്നേ എൻ്റെ എന്ന് പറയുമ്പം ഈ വചനത്തിന്റെ അടുക്കലോട്ട്. കർത്താവ് വചനമാ. കർത്താവിന്റെ അടുത്തോട്ട് വരിക, വചനം എടുത്ത് വായിക്കുക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് എത്ര വലിയ അനുഗ്രഹമാണ്. കർത്താവിന്റെ ആശ്വാസം ആദ്യം വേണ്ടിയത് നമുക്ക്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവ് തരുന്ന നുകം, ആ നുകത്തിന്റെ ഒരു സൈഡ് കർത്താവ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം എപ്പോഴും ആദ്യം ആശ്വാസമാണ്. പിന്നെ പറയുക എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവ് ലഘുവല്ലാത്ത ഒറ്റ കാര്യവും നമ്മളെ ഏൽപ്പിക്കത്തില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിന്റെ 9 തൊട്ട് വായിക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. കർത്താവിന്റെ ആശ്വാസം, കർത്താവിന്റെ ശക്തിയാണ് നമ്മൾ ആദ്യം വായിച്ചത്. കർത്താവിന്റെ ആശ്വാസം, ഇപ്പൊ കർത്താവിന്റെ കൃപ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നു, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല, എനിക്ക് ഫിസിക്കൽ ശക്തിയില്ല, എനിക്ക് മാനസിക ശക്തിയില്ല, ഇമോഷണൽ ശക്തിയില്ല, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറയാ, പൗലോസ് പറയുമോ, ഞാൻ ബലഹീനതകളിൽ പ്രശംസിക്കും. എങ്ങനെയാ? അതിസന്തോഷത്തോടെ. ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാ. ഒരു ശക്തി ഇല്ലാത്തപ്പോഴ് അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കുക. എന്തിനാ? അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുകയും അതനുസരിച്ച് ആ ശക്തിയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാ പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ കാര്യത്തെപ്പറ്റി, ഈ വാക്യങ്ങളെ പറ്റി ചിന്തിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു. ഓരോരോ അവസരത്തിലും ഞാൻ ഓരോ കാര്യം ഏർപ്പെടുമ്പോഴും ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നത്. അതായത് ആദ്യം വന്ന എന്തുവായിരുന്നു? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു കാര്യം പോലും ചെയ്യാൻ ഞാൻ അൺഡണ്ണായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ദൈവം അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കും.
ദൈവം ഓരോ സ്ഥലത്തോട്ട് ദൈവം നടത്തും. ദൈവം കൂടെ പ്രവർത്തിക്കാനായിട്ട് ആൾക്കാരെ, ഞാൻ ബൈബിളിലെ ഓരോരോ ആൾക്കാരെ ആലോചിക്കുമായിരുന്നു. യോസേഫ് തുടങ്ങി. യോസേഫ് ഒരു പൊട്ടക്കിണറ്റിലിട്ട് യോസേഫിനെ. യോസേഫിന് ഒന്നുമില്ലായിരുന്നു. അമ്മ മരിച്ചുപോയി. അപ്പനെ എടുത്തിട്ട് അപ്പന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ഓരോരോ സ്റ്റെപ്പായിട്ട് ദൈവം കൊണ്ടുപോവാ. എത്ര അതിശയമായിട്ട് ഒരു അന്യദേശത്ത് എങ്ങനെ പ്രവർത്തിക്കും. പക്ഷെ അവിടെ ചെന്ന് അവന്റെ കണ്ണിന്റെ മുമ്പിലുള്ളത് അവൻ ചെയ്യാൻ തുടങ്ങി. ആക്കിയ ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിന്നെ ഏത് ജോലി ആക്കി വെച്ചിരിക്കുന്നത്? ഇന്ന് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനാണോ ആക്കി വെച്ചിരിക്കുന്നത്? ദൈവം അത് വിശ്വസ്തയോടെ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ദൈവം കാണിച്ചു തരും. ഇന്ന് അങ്ങോട്ട് ഒരു സ്ഥലത്ത് വരെ യാത്ര ചെയ്ത് പോകാനാണോ? അത് മാത്രമേ ദൈവം ആക്കി വെച്ചിട്ടുള്ളൂ. അത് വിശ്വസ്തയോടെ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ദൈവം ചെയ്യും. ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വേല മൃദുവ, ദൈവത്തിന്റെ മുഖം എളുപ്പമാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അത് കഴിഞ്ഞ് നമുക്കറിയാം ജോസഫിന്റെ കാര്യം എല്ലാം കഴിഞ്ഞ് ജോസഫ് സ്വപ്നം തെളിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ജോസഫിന് രാജാവ് പറഞ്ഞു, ഈ രാജ്യം അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ദൈവം അതിന്റെ വിസ്ഡം തരും, ദൈവം അതിന്റെ പരിജ്ഞാനം തരും, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചേർച്ചില് പ്രോവേർബ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ മീനിങ് ഓഫ് വിസ്ഡം. ദൈവഭയം, ദൈവഭക്തിയാണ് വിസ്ഡത്തിന്റെ ആരംഭം എന്ന് ഞങ്ങൾ വായിക്കുന്നത്. ആക്ച്വലി ആ പ്രോവേർബ്സ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സഹോദരന്മാര് ആ സെഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഒരു സഹോദരൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ്, ആദ്യം 1-ാമത്തെ അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത് നോളജ് എന്ന, കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞിരിക്കുക വിസ്ഡം, പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുക ഇൻസ്ട്രക്ഷൻ. അതായത് ദൈവത്തെ പറ്റിയുള്ള അറിവ് ആദ്യം വേണം. ദൈവം ആരാന്ന്, എന്നാലേ നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ പറ്റിയുള്ള അറിവ്, എക്സ്പീരിയൻസസ് വളരെ ചുരുക്കം. എക്സ്പീരിയൻസിൽ കൂടെ കാട്ടിലും കൂടുതൽ ദൈവവചനത്തിൽ നിന്നാണ്. ദൈവവചനത്തിന്റെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അറിവ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് എന്ത് പറ്റും? അത് പരിജ്ഞാനമായിട്ട് മാറും. അതായത് ഓരോരോ സാഹചര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ള പരിജ്ഞാനമായിട്ട് മാറും. അത് കഴിഞ്ഞ് അത് ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറും, ആപ്ലിക്കേഷൻ ലെവലിൽ വരും. അപ്പൊ ദൈവഭക്തി. അപ്പം ആകെപ്പാട് നമുക്ക് ഒരു കാര്യം എങ്ങനെയോ ഞാൻ ഇതെല്ലാം എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴ് കർത്താവ് പറയുക, ദൈവത്തിന്റെ പശ്ചാത്തലം പറയുക, യു ക്യാൻ ഡു ഓൾ തിങ്സ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ജോസഫിന്റെ കാര്യം അങ്ങനെയായിരുന്നു. നമുക്ക് ഡാനിയലിന്റെ കാര്യം എടുത്താലോ, ഡാനിയൽ ഒരു അടിമ ബാലനായിട്ടാണ് ബാബിലോണിലോട്ട് വന്നത്, നെബൂഖദ്നേസർ രാജാവിന്റെ. അത് കഴിഞ്ഞ് ഡാനിയൽ എന്തുവായിട്ട് മാറി. അപ്പൊ ദൈവം അവിടെ സഹായിച്ചില്ലേ? ഒരു അടിമ ബാലൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ, ദൈവത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവനെ പ്രധാനമന്ത്രി, 6-7 രാജാക്കന്മാർ വന്നുപോയി, പക്ഷെ ഡാനിയൽ പ്രധാനമന്ത്രിയായിട്ട് തുടർന്നു. ഡാനിയലിന്റെ എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. ഡാനിയലിന് 3 നേരം പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിരുന്നു, മുട്ടുകുത്തി. ഡാനിയലിന് ഫാസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു, ശക്തി ദൈവം കൊടുത്തു. ഡാനിയലിന് വിഷൻസ് കണ്ട് പ്രവാചക പുസ്തകം എഴുതാനായിട്ട്, അല്ലെങ്കിൽ പ്രോഫസി പറയാനായിട്ട് സമയം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യാനായിട്ട് സഹായിച്ചു. നമുക്കറിയാം ഏറ്റവും ഒരു കുറ്റം പോലും ഇല്ലാത്ത ഒരാളാണ് ഡാനിയൽ. ഇങ്ങനെ ഒരാളാകാനായിട്ട് ദൈവം സഹായിച്ചു. ഗിദെയോനെ പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നു. ഗിദെയോൻ ഒരു പേടി തൊണ്ടനായിട്ട് ഒരു ഇതിന്റെ പുറകെ ഒളിച്ചിരിക്കുമായിരുന്നു, ശത്രുവിനെ പേടിച്ച്. ആ ഗിദെയോനെ ദൈവം ഒരു രാഷ്ട്രത്തെ വിടുവിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു. ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എങ്ങനെയാ? കർത്താവിന്റെ ആശ്വാസം പ്രാപിച്ച്, കർത്താവിന്റെ കൃപ പ്രാപിച്ച്, ഇന്ന് എന്നെ ഏൽപ്പിച്ച് എന്തൊക്കെയാണ് അതെല്ലാം ചെയ്യാനായിട്ട് ദൈവം സഹായിക്കും. ഞാൻ ഓർക്കുമായിരുന്നു ദൈവം എങ്ങനെയാ അതെല്ലാം ചെയ്തു തരുന്നതെന്ന്. ദൈവത്തിന്റെ വിശ്വസ്തത. അതായത് ഇന്ന് ആക്ച്വലി ഞങ്ങൾ ഒരു ഇവിടെ ഒരു സ്റ്റുഡൻസിന്റെ, ഡോക്ടേഴ്സിന്റെ ഒരു ക്രിസ്ത്യൻ റിട്രീറ്റിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു പ്രിയ മകളുടെ വിവാഹമുണ്ട് ഇന്ന്. ഞാൻ വളരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന. ഞാൻ ഓർത്ത്, കർത്താവേ, അത് ഒത്തിരി ദൂരെയാ, പന്തളത്ത് വെച്ചിട്ട് ഈ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് എങ്ങനെ പോയിട്ട് വരും? അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കുന്നത് ഇമ്പോർട്ടന്റാ, മീറ്റിങ്ങിന് പോകുന്നത് ഇമ്പോർട്ടന്റാ, അതുപോലെ കല്യാണത്തിന് പോകുന്നത് ഇമ്പോർട്ടന്റാ? വളരെ സിമ്പിളാ. ഞാൻ ആ മകൾക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചു, മോളെ ഇങ്ങനെയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കും, എനിക്ക് അവിടെ വരണം എന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, ആന്റി വരണ്ട, മീറ്റിംഗ് അല്ലേ ഇമ്പോർട്ടന്റ്, കാരണം അവിടുത്തെ ആന്റി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ എളുപ്പമാക്കി തന്നു ജോലി. ഞാൻ പറയാൻ വന്നത്, നമ്മളെ ഓരോ കാര്യവും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം അത് എളുപ്പമാക്കി തരും. ചിലപ്പോൾ ദൈവം ആ കാര്യം ചെയ്യണ്ടെന്നങ്ങ് പറയും. ദൈവം
അതിനെക്കാട്ടിൽ ആ മോൾ, അപ്പൊ ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരോട് വരിക, കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതാണ് ഒരു ബെറ്റർ കാര്യം. അപ്പൊ ദൈവം അതുകൊണ്ടാണ് ഇതിന് പോകാൻ അനുവദിക്കാൻ. അങ്ങനെ ദൈവം എങ്ങനെ എളുപ്പമാക്കി തരുമെന്ന് എനിക്ക് പറയാൻ വയ്യ. ചിലപ്പോ ദൈവം ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരെ തരും. നമ്മുടെ ദൈവം എളുപ്പം, എനിക്കത് എല്ലാ ദിവസവും ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. എനിക്കൊരു ജോലി ചെയ്തു തീർക്കാൻ പറ്റാന്നുള്ളപ്പോൾ ദൈവം അവിടെ സഹപ്രവർത്തകരെ തരും. ദൈവം അത് എളുപ്പമാക്കി തരും. ഒരു പേഷ്യന്റ് ഡെലിവറി ആണെങ്കിൽ ചിലപ്പോൾ സ്പീഡിലാക്കി തരുന്നത്. ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള വിസ്ഡം ദൈവം തരും. ദൈവത്തിന്റെ കൂടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പം ഒരു കാര്യമില്ല. വീട്ടിലെ ജോലി ആകട്ടെ, പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഒത്തിരി പേര് വന്നു പോകുന്ന ഒരു വീടാണ് ഞങ്ങളുടെ. ദൈവം ഓരോ മീലും എങ്ങനെയാ ദൈവം തരുന്നത്. അവർക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ചിലപ്പം വന്നിരിക്കുന്ന വിസിറ്റർ തന്നെ ചിലപ്പം പറയും, ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. എനിക്ക് അത് ഭയങ്കര അതിശയമായിട്ടാണ് എനിക്ക് ആ ദൈവത്തിന്റെ കാര്യം തോന്നുന്നത്. എത്ര അതിശയമായിട്ടാണ് ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ചേർച്ചില് ഒരു മിനിസ്ട്രി ഉണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് അത് തനിയെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അനേകരെ ദൈവം കൊണ്ടുവരുക, അവരും കൂടെ ചേർന്ന് ചെയ്യാമെന്നുള്ളത്. ഒരു കാര്യത്തിലും ദൈവം നമ്മളെ തന്നെ വിടത്തില്ല. ഒരു പുതിയ സ്ഥലത്ത് ഒരു പ്രയർ മീറ്റിംഗ് ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ അടുത്തുള്ള ആൾക്കാരെ ദൈവം കൊണ്ടുവന്നു അതിൽ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട്. ദൈവം എത്ര വിശ്വസ്തനാ. ഞാൻ ഓർക്കും, കുഞ്ഞുങ്ങൾക്ക് ഓരോ നീഡുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നല്ലോ. അപ്പം എന്റെ മകളുടെ കുഞ്ഞിനെ എനിക്ക് നോക്കണം. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഈ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ വിചാരിക്കുമോ അതൊക്കെ ബൈബിളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യം എങ്ങനെയാന്ന്. ഞാൻ ഓർത്തു, ചെറിയ കുഞ്ഞിനെ എനിക്ക് നോക്കണമായിരുന്നു. അവളുടെ അമ്മയ്ക്ക് ഭയങ്കര പനിയായിട്ട് കിടക്കുക. ഞാൻ ഓർത്തു, ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും, കാരണം കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കാൻ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. മീറ്റിങ്ങിന് പോയിരുന്നു. ആ മീറ്റിങ്ങിലെ ഒരു കോർണറിൽ പിന്നെ വേറെ ആരും ഇരിക്കാത്തൊരു സ്ഥലത്ത് അവിടെ ഒരു നല്ല തട്ടുണ്ടായിരുന്നു സൈഡില്. കുഞ്ഞ് അവിടെ ഇരുന്നു. മാത്രമല്ല, അന്ന് എനിക്കൊരു ടോയ് കിട്ടി. കുഞ്ഞിനെ വേറൊരു സഹോദരി കൊടുത്തതാ. ഇന്നലെ ആ ടോയ് കൊടുത്തു. അവള് മീറ്റിംഗ് നടന്നു. എനിക്ക് മീറ്റിംഗ് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുഞ്ഞ് മിണ്ടാതെ ഇരുന്ന് ആ ടോയ് വെച്ച് കളിച്ചോണ്ടിരുന്നു. വലിയ പനിയുള്ള കുഞ്ഞ 1 മണിക്കൂർ അത് വെച്ച് കളിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവള് കുറച്ച് ഒരു 3-4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കാണും. ഒരു പ്രശ്നമില്ലാതെ ഇടയ്ക്ക് എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റി. അപ്പം എല്ലാ കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ BBS നടത്തണമെന്നൊരു ആഗ്രഹം വന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്ന സമയത്ത് വെക്കേഷൻ മുഴുവൻ അവരെ വചനം പഠിപ്പിക്കാനായിട്ട് ദൈവം അനേകരെ ഉയർത്തി. ഏറ്റവും അതിശയമായിട്ട് വന്നത്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ താമസിക്കാനായിട്ട് ഒരു പ്രിയ മകള് വന്നു. അവൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട് ഡെലിവറിക്ക് വേണ്ടി. ആ മകള് BBS പഠിപ്പിക്കാനായിട്ട് മിടുക്കിയായിട്ടുള്ളൊരു മകള്. കരിക്കുലം എല്ലാം അവള് ഞങ്ങൾക്ക് എല്ലാ കരിക്കുലത്തിലും എല്ലാ കാര്യങ്ങളും. അപ്പൊ ദൈവം ഇങ്ങനെയാ ദൈവം ആൾക്കാരെ വിടുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? കർത്താവ് പറയുക, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ മുഖം ഞാൻ ചുമക്കും, നിങ്ങൾക്ക് തന്നെ അതെല്ലാം ചെയ്യാൻ പറ്റും. സോ ഒരു കാരണവശാൽ നെവർ ബി ഓവർവെൽഡ്. കർത്താവ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ചിലപ്പോൾ ഇന്റർവീൻ ചെയ്യും ജോലികൾ എളുപ്പമാക്കാൻ. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ദിവസം മുഴുവൻ പറഞ്ഞാലും എനിക്ക് തീരത്തില്ല. അതുപോലെയാണ് ഇന്നത്തെ ദിവസം പോലും. ഈ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് ഇവിടെ ചില ആവശ്യങ്ങളുണ്ട്. ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചേർച്ചിന്റെ പ്രെയർ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ടായിരുന്നു. മീറ്റിങ്ങിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ദൈവം വളരെ എളുപ്പമാക്കി തന്നു. എങ്ങനെയാ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഈ ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കലോട്ട് വരുവീൻ, ആ വചനം വിശ്വസിക്കുവീൻ, ആ വചനം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിശ്വസിക്കുവീൻ. ദൈവം എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും. ദൈവം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ഒരിക്കലും തരത്തില്ല. ഒരു പ്രയാസമുള്ള ജോലി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ലോജിക്കലായിട്ട് ചിന്തിക്കുക, അടുത്ത സ്റ്റെപ്പ്. പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ദൈവം അടുത്ത സ്റ്റെപ്പിന് ഉടനെ വിസ്ഡം തരും. ദൈവം നമ്മുടെ ബ്രെയിനിനെ ക്ലിയർ ചെയ്യും. ദൈവം എളുപ്പമാക്കി തരും. ദൈവം എനേബിൾ ചെയ്യും. ഒറ്റ കാര്യം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റെന്താന്ന് വെച്ചാൽ, മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് നമുക്കൊരു ചിന്ത വന്നിട്ട് നമുക്ക് ദേഷ്യവും വിഷമവും ഇതൊക്കെ സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജോലി നമ്മൾ ചെയ്യാനായിട്ട് ദൈവമാണ് നമ്മളെ എനേബിൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തിനാ അപ്രീഷിയേറ്റഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. ഞാൻ ഓർക്കുമായിരുന്നു, ആ ഫിലിപ്പിന്റെ ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫിലിപ്പോസിന് ആ ഷണ്ണന്റെ അടുത്തോട്ട് പോയ കാര്യം. ഫിലിപ്പോസ് പറഞ്ഞതുകൊണ്ടാണല്ലോ ഷണ്ണൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും. അത് കഴിഞ്ഞ് ഫിലിപ്പോസ് അതുകൊണ്ടാണല്ലോ ഷണ്ണൻ തന്റെ ആഫ്രിക്കയുടെ എൻഡിൽ പോയി കർത്താവിനെ ഇവാഞ്ചലൈസ് ചെയ്യാനായിട്ട് ഇടയായത്. ഇതിനകത്ത് ഫിലിപ്പോസിന് എന്തെങ്കിലും
എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? ദൈവത്തിന്റെ ആത്മാവാണ് ഫിലിപ്പോസിനെ അവിടെ വരെ കൊണ്ട് എത്തിച്ചത്. ആ തേരിന്റെ അതേ സ്പീഡിൽ നടക്കാൻ സഹായിച്ചത് ആ വചനം. ആ സമയത്ത് ഷണ്ണൻ ആ ബൈബിൾ വായിച്ചുകൊണ്ട്, യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് തെളിയിച്ചു കൊടുക്കാൻ പറ്റിയത്. പോകുന്ന വഴിക്ക് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ടാണ് സ്നാനപ്പെടുത്താൻ പറ്റിയത്. മാത്രമല്ല അയാളുടെ മനസ്സിൽ അത്രയും വചനം കേട്ടപ്പോഴേ എന്തുകൊണ്ട് ഞാൻ വിലക്ക് സ്നാനപ്പെടണ്ടെന്ന് പറയാൻ. അപ്പം എല്ലാ കാര്യങ്ങളും പലപ്പോഴും ഞാൻ ഓർക്കും. ഞാൻ ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം ഞാൻ ഓർത്തതേ ഇല്ല. കൃത്യം 6 മണിയായപ്പോ ഞാൻ ഓർത്തെ. അപ്പൊ ദൈവം എന്നെ ഓർപ്പിച്ചു. 6 മണിയായപ്പോഴാണ് ട്രെയിൻ വരേണ്ടത്. ഞാൻ എടുത്ത ടൈം ടേബിൾ ലൈവ് റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിയപ്പോ അത് 18 മിനിറ്റ് ലേറ്റാ. അവിടെ എനിക്ക് മീറ്റിംഗിന് റെഡിയായി, എല്ലാം റെഡിയായി പോയി വിളിച്ചോണ്ട് വരാനും എല്ലാം ദൈവം സഹായിച്ചു. അപ്പൊ എത്ര വലിയ ദൈവം. അതുകൊണ്ട് ഞാൻ ആദ്യം വായിച്ച 3 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മുഖാന്തരം ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റും. അത് ക്രിസ്തുവാണ് എനേബിൾ ചെയ്യുന്നത്, യേശു ക്രിസ്തുവാണ് എനേബിൾ ചെയ്യുന്നത്. രണ്ടാമത് വായിച്ചതും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളത് എന്റെ അടുക്കൽ വരും. ദൈവത്തിന് നിങ്ങൾക്ക് ഒരു ഭാരം തോന്നുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്ത് വന്ന്, കർത്താവിന്റെ അടുത്ത് വന്ന് സമാധാനമായിട്ടിരിക്കാം. കർത്താവ് അത് ഏറ്റെടുത്ത്, കർത്താവ് ഏൽപ്പിച്ച ജോലി നമ്മൾ പലപ്പോഴും പറയാം എന്റെ കാര്യം ഏറ്റെടുത്ത് നടത്താൻ. കർത്താവ് ഓൾറെഡി ഏറ്റെടുത്തിരിക്കുക. നമ്മൾ അത് വിശ്വസിക്കാതെ പോകുമ്പോഴാണ്, നമ്മൾ സ്വന്തം സ്ട്രെങ്തിൽ ചെയ്യാൻ പോകുമ്പോഴാണ് ചെയ്യാൻ പറ്റാത്തത്. മൂന്നാമത് വായിച്ചത് ബലഹീനത. എനിക്ക് സാധാരണ മനുഷ്യരെ പോലുള്ള ശക്തി ഇല്ല. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കർത്താവ് പറയുക, എന്റെ കൃപ നിനക്ക് മതി. കർത്താവിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ മുഴുവനായിട്ട് വിശ്വസിച്ച് കർത്താവിന്റെ അടുത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഒരു കാരണവശാലും ഓവർവെൽംഡ് അല്ല, ഓവർകമേഴ്സ് ആയിട്ട് ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമോ? സ്തോത്രം കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ബലഹീനതയിൽ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് പിന്നെയും ഏൽപ്പിച്ചു തരികയാണ് കർത്താവെ. അങ്ങ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. സ്തോത്രം സ്തോത്രം എൻ്റെ ദൈവമേ. സ്തോത്രം കർത്താവെ. നിന്റെ ശക്തി ഞങ്ങൾക്ക് തികഞ്ഞു വരുന്നതാകുന്നുവല്ലോ. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അങ്ങയുടെ ശക്തിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് രാവിലെ കേൾപ്പിച്ച കർത്താവെ, നിന്റെ മകൾ കേൾപ്പിച്ച വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുന്നു, അങ്ങ് ഞങ്ങളെ സൗമ്യതപ്പെടുത്തുന്നു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്നതാകുന്നുവല്ലോ. ഹല്ലേലൂയ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ സമയം കർത്താവെ, ബീനാമാമിനെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം പിന്നെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കടന്നു വന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നവൻ കർത്താവെ അങ്ങ് ആകുന്നുവല്ലോ. കർത്താവെ, കടന്നു വന്ന ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാകുന്നുവല്ലോ. അതിൻ്റെ കൂടെ കർത്താവ് അങ്ങുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ഓരോരുത്തരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതേ, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. Praise the Lord.